സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്. അക്രമം ജീവനൊടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഓർമ്മിക്കുക, ലോകത്തിന്റെ സന്തോഷത്തിന് അനുരൂപരായി ജീവിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികൾ. ദൈവത്തിന്റെ തിരുഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കേണ്ടവരാണ്. അവിടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. മറ്റുള്ളവർ അവഹേളിക്കും, പരിഹസിക്കും. പക്ഷേ അതിൽ തളർന്നു പോകാതെ ധീരതയോടെ മുന്നോട്ടു പോകണം. ജോബിന് സഹനങ്ങളുണ്ടായപ്പോൾ പറഞ്ഞതുപോലെ നമുക്കും പറയാം. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം നമുക്ക് തിന്മയായവയെ സ്വീകരിക്കാൻ മടിക്കുന്നുവോ? ഇന്ന് സമ്പന്നൻ നിർണയിക്കുന്ന അധികാര പ്രയോഗങ്ങളും നീതിനിഷ്ഠയും സാധാരണ ദരിദ്രന്റെ ജീവിതത്തെ ബലികഴിക്കാൻ ഇടവരുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും ധനവാന്മാരാകുവാനും അധികാരം പ്രയോഗിക്കാനും ഇഷ്ടപ്പെടുന്നു. ജോലി തിരക്കുകൾക്കിടയിൽ മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം ചിലവിടുവാൻ സമയമില്ല. പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും സമയമില്ല. അല്പസമയം ദൈവിക സാന്നിധ്യത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെല്ലാം ആഗ്രഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുവാനും പിന്തിരിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഒരു കൂട്ടർ. മനുഷ്യൻ ഓരോ നിമിഷവും വിശുദ്ധീകരിക്കപ്പെടേണ്ടവനാണ്. അശുദ്ധിയിൽ ജീവിക്കുന്നതിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിനെല്ലാം വികലമായ ന്യായീകരണങ്ങൾ. ധനത്തിന്റെ പിന്നാലെ, ഭൗതിക സന്തോഷങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇനിയും എത്ര ദിവസം കൂടി ബാക്കി നിൽപ്പുണ്ട്? തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുവാൻ സാധിക്കാതെയും നന്മ ചെയ്യുവാൻ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെയും ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം മാത്രം അവസാനിപ്പിച്ച് കടന്നുപോയവരെ കുറിച്ച് ചിന്തിക്കുക. അബ്രഹാമിന്റെ മടിയിലിരുന്ന് സന്തോഷിക്കുന്ന ലാസറിനെ കണ്ടുകൊണ്ട് ധനവാൻ പറഞ്ഞ വാക്കുകൾ. ഈ ചിന്തകൾക്ക് ഉത്തരം കണ്ടുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
യേശുവേ